ഷൈജുവിൻ്റെ പല സഹായങ്ങളും നേടാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പ്രത്യേകിച്ച് KSCB-യുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ പലപ്പോഴും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് വിളിക്കുന്നത്, ഷൈജുവിനെയാണ് വിളിച്ച് കാര്യങ്ങൾ നേടുന്നത്. തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുമ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ അർപ്പണബോധത്തോടെയുള്ള സത്യസന്ധമായി ജോലി ചെയ്യാനുള്ളൊരു മനസ്സ് ഇപ്പോഴും അദ്ദേഹം കാണിക്കുന്നു. സൂചിപ്പിച്ചതുപോലെ ഭക്തിഗാനങ്ങൾ നല്ല രീതിയിൽ ഈണം പകർന്ന് അദ്ദേഹം ആലപിച്ച ഒരുപാട് ഗാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ലഭ്യമാണ്. അതോടൊപ്പം തന്നെയാണ് അദ്ദേഹം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം നമുക്കറിയാം നമ്മുടെ എറണാകുളം ദർബാർ ഗ്രൗണ്ടിൽ ആർട്ട് ഗാലറിയിൽ ഒരാഴ്ച നീണ്ടു നിന്ന അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫിക് പ്രദർശനം ഉണ്ടായിരുന്നു. ഞാൻ ഉൾപ്പെടെയുള്ളവർ ബഹുമാന്യരാകുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഏതൊരു അവാർഡ് കൊടുക്കുമ്പോഴും ഏതൊരു പുരസ്കാരം സമർപ്പിക്കുമ്പോഴും അർഹതപ്പെട്ട കരങ്ങളിൽ എത്തുമ്പോൾ അതിന് നമുക്ക് ഗുണമാണ്, അത് സന്തോഷമുള്ള കാര്യമാണ്. പലപ്പോഴും പല അവാർഡുകളും അർഹതപ്പെട്ട കരങ്ങളിൽ എത്താതെ പോകുന്നുണ്ട് എന്ന സത്യവും നമ്മൾ തിരിച്ചറിയും. സമൂഹത്തിൽ ഒരുപാട് പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിലും പല സംഘടനകളും അവർ നൽകുന്ന അവാർഡുകൾ അത് സെലക്റ്റീവായിട്ട് പൂർണ്ണമായ അർഹതയുള്ള ആളുകൾക്കാണോ കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കൊരു സംശയം തോന്നുന്ന പല അനുഭവങ്ങളും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു അവാർഡിന് അതിൻ്റെതായ ഒരു തനിമയും പൊലിമയും ഉണ്ട് എന്നുള്ളത് ആമുഖമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സംഘടന നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് എനിക്കിവിടെ ഇതിൻ്റെ പ്രസിഡന്റ് ത്രൈമാസിക 3 മാസം കൂടുമ്പോൾ ഇറക്കുന്ന അവരുടെ ഒരു ചെറിയ മാസിക തരികയുണ്ട്. അത് ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവരുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളാണ് എന്ന് അതിലൂടെ കടന്നുപോയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇടയ്ക്ക് കുറേ ദിവസം കാണില്ല. പിന്നീട് പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ മനോരമയും മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങളിൽ വരുന്ന കടവയുടെയോ അല്ലെങ്കിൽ പുലിയുടെയൊക്കെ പടം കാണുമ്പോഴാണ് അതിൻ്റെ താഴെ ഷൈജുവിൻ്റെ പേരാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഈ ഷൈജുവിൻ്റെ പടമാണെന്ന് പറയും. അപ്പോൾ അത് ഷൈജുവിൻ്റെ പടവിൽ അങ്ങനെ പക്ഷികളുടെയും അങ്ങനെ നിരവധിയായിട്ടുള്ള ഫോട്ടോകൾ അത് ഒപ്പിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പറ്റുന്ന ഒരു പണിയല്ല. പല സ്വപ്നങ്ങൾ കണ്ട് എൻ്റെ പല വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യൻ. എനിക്ക് നിയതമായൊരു വഴിയില്ല. ഞാൻ തിരഞ്ഞെടുത്തൊരു 5-6 വഴികൾ എനിക്കുണ്ട്. ഞാൻ ആ വഴികളിലൂടെ ഇങ്ങനെ തലങ്കും വിലങ്ങുമൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും ഇടയ്ക്കൊക്കെ. അങ്ങനെ ഞാൻ തിരഞ്ഞെടുത്ത ഏറ്റവും അവസാനം ഞാൻ തിരഞ്ഞെടുത്ത ഒരു വഴിയാണ് ഈ വന്യജീവി ഫോട്ടോഗ്രാഫിയുടെ മേഖല. എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്ന എൻ്റെ ഒരു പ്രത്യേകത, ഞാനൊരു കാര്യം തിരഞ്ഞെടുക്കുന്നെങ്കിൽ അത് ആലോചിച്ച് മാത്രമേ ഞാൻ തിരഞ്ഞെടുക്കാറുള്ളൂ. ആ തിരഞ്ഞെടുത്ത ആ വഴിയോട് പൂർണ്ണമായ ഒരു ആത്മാർത്ഥതയോടെ ഞാൻ അർപ്പിച്ച് മുൻപോട്ട് പോവുകയും ചെയ്യും. അത് നാളിതുവരെ ഞാൻ അങ്ങനെ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ ഏത് മേഖലയിൽ. അങ്ങനെ അവസാനമായി ഞാൻ തിരഞ്ഞെടുത്ത ഈ വന്യജീവി ഫോട്ടോഗ്രാഫി മേഖലയിൽ കഴിഞ്ഞ 7 വർഷങ്ങൾ കൊണ്ട് സൗത്ത് ഇന്ത്യയിലെ എല്ലാവിധ കാടുകളിലും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനൊന്ന് പറയട്ടെ, ഞാനൊരിക്കലും ഒരു വലിയ ഫോട്ടോഗ്രാഫർ ഒന്നുമല്ല. എന്നിലും മികച്ച ഒരു 100 ഫോട്ടോഗ്രാഫർമാരെങ്കിലും ഈ കൊച്ചിയിൽ തന്നെ ഉണ്ടാവും. ഫോട്ടോഗ്രാഫിയുടെ മേഖല ഇപ്പോൾ വളരെ വലുതാണ്. പക്ഷേ ഈ ഫോട്ടോഗ്രാഫി മേഖലയിൽ ഒരു ഭാഗ്യം കൂടിയുണ്ട് എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. അവിടെ എനിക്ക് ദൈവാനുഗ്രഹങ്ങൾ കുറച്ച് ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നു. കുറച്ച് നല്ല ചിത്രങ്ങൾ എനിക്ക് എടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് താളിയോല സാംസ്കാരിക സമിതിയുടെ ഈ ഒരു പുരസ്കാരത്തിലേക്ക് എൻ്റെ ആ യാത്ര എത്തിയത്. അല്ലാതെ ഞാനൊരു മികച്ച ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ടേ അല്ല. കാരണം